പൂജയുടെ ഭാഗമായി ആരതി എടുത്തുകൊണ്ട് വരാനായിട്ട് ഭൂമിയോട് സൗദാമിനി ആവശ്യപ്പെടുന്നു. എന്നാൽ അത് കൊണ്ടുവന്ന പാടെ തനിക്കും അജയ്ക്കും ചേർന്നത് ഒഴിയണമെന്നാണ് അഞ്ജന പറയുന്നത്. അഞ്ജനയുടെ ആവശ്യത്തിലുള്ള പ്രവൃത്തി കാരണം കൈ തട്ടിയത് താഴെ വീഴാനൊരുങ്ങുന്നു. എന്നാൽ ഇത് വീഴാതെ കടന്നു പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഭൂമി. ഇതൊന്നും ഭവാനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചത് തന്നെ ദുശകനമാണെന്നാണ് ഭവാനി പറയുന്നത്. ഭൂമിയുടെ പെട്ടെന്നുള്ള ഈ പെരുമാറ്റം അഞ്ജനയിലും ഭവാനിയിലും അത്രയധികം ദേഷ്യമുളവാക്കുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിയോട് തട്ടിക്കയറുന്ന അഞ്ജനയുടെ കർണമടിച്ച് പൊളിക്കുകയാണ് ഭൂമി. വളരെ മോശം രീതിയിലുള്ള അഞ്ജനയുടെ പെരുമാറ്റം കണ്ടിട്ട് സൗദാമിനി അമ്മ എല്ലാവരോടുമായി പറയുന്നു, ഈ വിവാഹം വേണോ വേണ്ടയോ എന്ന് എനിക്ക് ഒരിക്കൽ കൂടി തീരുമാനിക്കേണ്ടി വരുന്നു. കാര്യങ്ങളെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി എന്നോണം അച്യുതൻ പാരമ്പര്യമായിട്ടുള്ള ആ മാല ഭൂമിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു വെക്കുന്നു. അഞ്ജനയുമായുള്ള വിവാഹം വേണ്ടെന്ന് വെച്ച സ്ഥിതിക്ക് അജയെ എങ്ങനെയെങ്കിലും വശത്താക്കാനായിട്ട് ഭവാനിയും അഞ്ജനയും പ്ലാൻ ഇടുന്നു. അങ്ങനെ അമ്പലത്തിൽ വെച്ച് കയ്യിൽ കർപ്പൂരം കത്തിച്ചു എന്നുള്ള വ്യാജേനെ ഭവാനി ചെന്ന വിവരം അജയോട് പറയുന്നു. ഈ സമയത്ത് ഭൂമിയും അച്യുതനും ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. ഇതെങ്ങനെയോ മണത്തറിയുന്ന കമലും അവരുടെ കൂടെ അവിടേക്ക് വരുന്നു.